കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാക്കുവാനുള്ള യജ്ഞത്തിൽ കുന്നന്താനം പ്രൊവിഡൻസ് ഹോമിലെ സിസ്റ്റർമാരും പങ്കാളികളായി. യോഗാചാര്യൻ MG ദിലീപ് നേതൃത്വം നൽകുന്ന യോഗ പരിശീലനത്തിൽ ഇതുവരെ 3000-ൽ പരം ആളുകളാണ് പങ്കാളികളായത്. എന്റെ ഗ്രാമം ആരോഗ്യമുള്ള ഗ്രാമം എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാക്കുവാനുള്ള കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമത്തിന് കുന്നന്താനം ദൈവപരിപാലനയുടെ അന്തേവാസികളും കന്യാസ്ത്രീകളും പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. ജൂൺ 21-ന് ലോക യോഗാ ദിനത്തിൽ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാക്കുമ്പോൾ തങ്ങളുടെ പങ്കാളിത്തവും അതിലുണ്ടാകണമെന്നതിനാലാണ് യോഗ പരിശീലനത്തിൽ പ്രൊവിഡൻസ് ഹോമിലെ സിസ്റ്റർമാരും അന്തേവാസികളും പങ്കാളികളായത്. പ്രൊവിഡൻസ് ഹോമിലെ 30ഓളം സിസ്റ്റർമാരും അന്തേവാസികളുമാണ് യോഗാചാര്യൻ MG ദിലീപിന്റെ നേതൃത്വം നൽകിയ യോഗ പരിശീലനത്തിൽ പങ്കാളികളായത്. പ്രൊവിഡൻസ് ഹോമിൽ നടന്ന യോഗ പരിശീലനം ജില്ലാ പഞ്ചായത്ത് അംഗം SP സുബിൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ മാസം 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് യോഗാ ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ നിരവധി വിവാദങ്ങൾ ഇന്ത്യയിൽ ആഗമനമുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റോ യോഗ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സംഘടനകളോ അതിനകത്തെ മതപരമായ അന്തസ്സത്തയിൽ നിന്നുകൊണ്ട് അത് ആചരിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞാനും നിങ്ങളും ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളും അതിനോട് ഒരിക്കലും യോജിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചതും ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്നതുമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ മേഖലയിലെ ഇടപെടലാണ് യോഗ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം 2ാമത്തെ വർഷം യോഗാ ദിനം ആചരിച്ചപ്പോൾ കേരളത്തിനും പുറത്തും കന്യാസ്ത്രീ സമൂഹമടക്കം അതിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ വായിക്കാനിടയായി. മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ അവർ കൂട്ടമായി യോഗ നടത്തിയതിന്റെ വാർത്തയും ഫോട്ടോയും കാണാനിടയായി. ഗ്രാമപഞ്ചായത്ത് അംഗം രജനി രതീഷ് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യൻ MG ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യുന്ന അതേ രീതിയിൽ നമ്മുടെ ശരീരത്തെ റിഫ്രഷ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ശുദ്ധമായ വായു ഉപയോഗിച്ച് പ്രാണായാമം ചെയ്ത് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക. ഞാനൊരു ദിവ്യനല്ല. ഒരു മനുഷ്യന് വരുന്ന മുഴുവൻ അസുഖങ്ങളും എനിക്കും വരും, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും വരും, നമ്മൾക്ക് എല്ലാവർക്കും വരും. പക്ഷെ നമ്മുടെ ആവശ്യം ഒരു ഗുളിക കഴിക്കുന്നതിന് മുമ്പേ അത് മാറുമെങ്കിൽ നമുക്കതല്ലേ ഏറ്റവും വലുത്. ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ അസുഖം ഭേദപ്പെടുമെങ്കിൽ നമുക്കതല്ലേ വലുത്. എന്നും ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കിടക്കുന്നു. നമ്മളുടെ ഈ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും ആർസിസിയിലേക്ക് പോകാൻ ഇടവരും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുലക്ഷ്മി, റാണി ബാബു എന്നിവർ പ്രസംഗിച്ചു.